ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിയൻ മഹാ ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഫീച്ചേഴ്സ് ഓഫ് മരിയൻ കവനൻറ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ദ ഫീച്ചേഴ്സ് ഓഫ് മരിയൻ കവനൻറ്റ്, അതായത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശോയുമായി ചെയ്യുന്ന ഉടമ്പടിയുടെ അതിൻ്റെ പരിണത ഫലങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ്, വ്യത്യസ്തമായ അതിൻ്റെ രൂപങ്ങൾ. അതിലൊന്ന് നമുക്കറിയാം, ടൈം ഷോർട്ടണിങ് ആണ്. 3-4 തരത്തിലുള്ള ഫീച്ചേഴ്സാണ് മരിയൻ കവനൻറ്റിലുള്ളത്. വൈ വി പ്രിഫർ ദ മരിയൻ കവനൻറ്റ്? നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ക്രൈസിസ് ടൈമിൽ എന്തുകൊണ്ട് നമ്മൾ മരിയൻ കവനൻറ്റ് പ്രിഫർ ചെയ്യുന്നു? അതിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ കണ്ടൻറ്റ് വൈസ് ഒന്ന്, ഇത് മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്ത വിധത്തിലുള്ള ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും നല്ല സാക്ഷ്യം അലക്സ് ജോസഫിൻ്റെയും ധന്യയുടെയും സാക്ഷ്യമാണ്. അലക്സ് ജോസഫിൻ്റെ ധന്യയുടെ സാക്ഷ്യം, ആ കുട്ടിക്ക് മൈലോ ലുക്കീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്നവർക്ക്, കൊച്ചിന് 4 വയസ്സേ ഉള്ളൂ, പക്ഷേ കുട്ടിക്ക് വന്നിരിക്കുന്ന രക്താർബുദം എന്ന് പറയുന്നത് ഒരു പ്രായമായവർക്ക് വരുന്ന രക്താർബുദമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റിക്കവറി റേറ്റ് ഒരു 50% ഉള്ളൂ. 50% മാത്രമേ അത് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുള്ളൂ. അപ്പോഴിങ്ങനെ വളരെ തുള്ളിക്കളിച്ച് നടന്ന കുഞ്ഞിനെ ഇവർ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഈ അമ്മ വല്ലാണ്ടാകും ശരിക്കും. ഫസ്റ്റ് നമ്മൾ പെട്ടെന്നല്ലേ നമ്മുടെ മനസ്സിൻ്റെ വികാരമണ്ഡലത്തിൽ പെട്ടെന്നൊരു ലിഫ്റ്റിംഗ് വരികയല്ലേ, എന്ന് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്ക് വരും. ഇത് അവരതിനോട് പ്രതികരിക്കണത്, ഡോക്ടർ പറയണത് 50% സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയണത്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് അവർ ഉടനെ പറയും, ദൈവം എനിക്കത് മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല. അതായത് വി ആർ സെർച്ചിങ് ആഫ്റ്റർ എ കവനൻ്റ് എക്സ്പീരിയൻസ്. നമ്മൾ എന്താണ് ഉടമ്പടി ധ്യാനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ആധ്യാത്മികമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വചന പരിപരിഷ്യം നോക്കുന്നത്. വചനത്തിൻ്റെ എവിടെയാണ് ആ വചനം, ഏത് വചനം അനുസരിച്ചാണ് അവർക്ക് ആ പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് നോക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധാപൂർവം പോകേണ്ട കാര്യങ്ങളാണ്. കാര്യം അവർ ആദ്യമേ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും എൻജിനീയേഴ്സാണ്, അവർ എഡ്യൂക്കേറ്റഡാണ് ശരിക്കും. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കവനൻ്റ് എടുക്കുമ്പോൾ ആ കവനൻ്റ് വയസ്സിൽ വളരെ ബുദ്ധിപൂർവമാണ് അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമുക്ക് ബുദ്ധിപൂർവം വിശ്വാസം നിക്ഷേപിക്കേണ്ട ഒരിടമാണിത്. വൈകാരികമായിട്ടല്ലെന്നതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? നമ്മൾ വേറെ ഏതെങ്കിലും പ്രാർത്ഥനാ രൂപമാകുമ്പോൾ അതിനകത്ത് കുറച്ച് വൈകാരിക അംശങ്ങളുണ്ട്. ഉടമ്പടിയിൽ ഒരു വൈകാരിക അംശമില്ല, എല്ലാം ഇൻ്റലക്ച്വലായിട്ടുള്ള അംശങ്ങളാണ് ഉള്ളത്. ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ന് സഭ കടന്നു പോകുന്ന ഈ പോസ്റ്റ് കോവിഡ് ഇറ, കോവിഡിന് ശേഷമുള്ള മനുഷ്യരാശിയുടെ സങ്കീർണമായ സങ്കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവത്തെ എന്തുമാത്രം പെട്ടെന്ന് മനുഷ്യന് ലഭ്യമാകുമോ എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനത്തിലും എൻ്റെ സ്വകാര്യമായ പ്രാർത്ഥനയിലും കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടിരിക്കുന്നത്. കാര്യം ജനം ഇങ്ങനെ വല്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ്. നമ്മളൊരിക്കലും നേരത്തെ കണ്ട പരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ്. എഡ്യൂക്കേഷനായാലും ജോലിയായാലും രോഗമായാലും എല്ലാം പുതിയ ജീവിത മനുഷ്യരാശി ഇതൊക്കെ മുമ്പ് ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് പോണത്. ഈ കാണാത്ത വഴികളിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യാശ, ചിലപ്പോൾ ദൈവം തന്നെയായിരിക്കും നമ്മളെ നടത്തുന്നത്. നീ അറിയാത്ത വഴികളിലൂടെ, ഒരു പുതിയ വഴികളിലൂടെ
ഞാൻ നിന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികതയും ഇപ്പോൾ ഒരു പുതിയ വഴികളിലൂടെ പോയിട്ട് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ജോഷുവ 3:4. ജോഷുവയുടെ പുസ്തകം 3-4 വാക്യം. ഈ വഴിയിലൂടെ പറഞ്ഞ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ദിസ് ഇസ് ദ തിങ്. അതായത് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഏറയാണ്. കോവിഡിന് ശേഷമുള്ള ഒരു ലോകം, കോവിഡിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകം. സാമ്പത്തിക മേഖലയിൽ നമ്മൾ ശരിക്കും തകർന്നിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോൺ ബേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 വാടക കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം കട പൂട്ടിപ്പോയി, വാടക കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല, ഗവൺമെൻറ്റാണ് സഹായിക്കണമില്ല. നമ്മൾ പിന്നെ എന്താണ്, നമ്മൾ അറിയാത്തൊരു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വഴിയിലൂടെ നീ ഇതൊക്കൊന്നും ഒരിക്കലും പോയിട്ടില്ല. അതാ ഈ വഴിയിലൂടെ. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ. ജോഷുവ 3:4. ജോഷുവ 3:4. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ഇപ്പൊ പോകേണ്ട വഴി കാണിച്ചു തരും. എൻ്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കുക, നെഞ്ചത്ത് കൈവച്ച്. കർത്താവേ, നിന്റെ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വിശ്വസിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ഓർക്കുക, ആരാധന കൂടുമ്പോൾ നമ്മൾ ആരാധനയിലൂടെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രകരണങ്ങളെയും വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ഇട്ടിച്ചിരുത്തി പ്രഖ്യാപിക്കണം. അപ്പോഴാണ് ദൈവശക്തി. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ ഒരു ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസം ഒരു പ്രാർത്ഥനയല്ല. പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പം ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായത് 7 എന്ന് പറഞ്ഞവർ അല്ലേ, അത് ഫണ്ടമെൻ്റൽ പ്രെയറാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് കൃപയും ഒന്നിൽ നിന്ന് ബ്ലെസ്സിങ്സുമാണ് കിട്ടുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ. അതൊരു പ്രഖ്യാപനമാണ്. പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ഇറ്റ് ഇസ് നോട്ട് എ പ്രെയർ. വിശ്വാസ പ്രമാണം ഒരു പ്രെയർ അല്ല. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വി ബിലീവ് ഇൻ വൺ ഗോഡ്, ദ ഫാദർ ഓൾമൈറ്റി, ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അതായത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഐ ബിലീവ് വിത്ത് മൈ ഓൾ കപ്പാസിറ്റി എന്ന് നമ്മൾ പൂർണ്ണമായ മനസ്സോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രസവം നമുക്കുള്ളൂ. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എപ്പോഴും ഇപ്പം ചിലരൊക്കെ പറയത്തില്ല, ഞങ്ങൾ ഇപ്പോൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആ രീതി വരുന്നുണ്ട്. ഉപ്പ് കൊണ്ടുപോയിട്ട്
ആരും ചവിട്ടാത്ത ഇടങ്ങളിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു എന്ന്. വിശ്വാസ പ്രമാണം ചൊല്ലുകയല്ല ശരിക്കും, ചൊല്ലുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥനയായിട്ടാണ് വരണത്. ദാറ്റ് നിങ്ങളത് പ്രാർത്ഥനയായിട്ട് കാണുന്നുവെന്ന്. ഇറ്റ്സ് നോട്ട് എ പ്രേയർ. വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ദാറ്റ് മീൻസ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിട്ട് എന്താണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അതാണ് വിഷയം. അധരം കൊണ്ട് ഏറ്റുപറയുന്നത് ഒരു പ്രഖ്യാപനമാണ്. അത് വിശ്വാസ പ്രമാണമാകുമ്പോൾ പ്രഖ്യാപനമാകും. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയാകുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് വരും. രണ്ടും ഡിഫക്റ്റാണ്. വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസ പ്രമാണത്തിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്യണത് പവർ ഓഫ് ഗോഡാണ്. അപ്പം നിങ്ങൾ ബലഹീനമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസ പ്രമാണമാണ്. മനസ്സിലായില്ലേ? വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ ഇരുട്ടിലൂടെ പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്നു, നിങ്ങളെപ്പോഴും അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നത്. കാര്യം എല്ലാ പവർ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്നവൻ്റെ ബൃഹത്തായ ഫോമാണ് വിശ്വാസ പ്രമാണം. ഇത് പ്രഖ്യാപിക്കുന്ന വി വിൽ ബി അൺപവേർഡ്. നമ്മൾ ഉടനെ ശക്തി ധരിക്കുകയാണ് ചെയ്യണത്. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. കർത്താവായ ദൈവമേ, വിശ്വാസ പ്രമാണത്തിലുള്ള ആന്തരിക വിശ്വാസം വെളിപാട് സത്യങ്ങളെ വിശ്വസിക്കുവാനുള്ള അർത്ഥമറിഞ്ഞ് പ്രഖ്യാപിക്കാനുള്ള അരൂപിയാൽ എന്നെ അഭിഷേകം ചെയ്യണം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വിശ്വാസ പ്രമാണം പ്രഖ്യാപനമാണ്. അതിലൂടെ നമുക്ക് കൃപയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്, കൃപയാണ് നമ്മൾ ആർജിക്കുന്നത്. കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ബലഹീനമായ സാഹചര്യങ്ങളാണ് കൃപ ടാപ്പാകുന്നത്. മനസ്സിലായില്ലേ? അതാണ് വിശ്വാസ പ്രമാണം പ്രയാസമുള്ള സമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താണ് കാര്യം? 2 Corinthians 12:9 ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് അതിൻ്റെ അടുത്ത വചനമാണ്. അപ്പോൾ ബലഹീനനാകുന്ന സാഹചര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലം അങ്ങ് പോണ സാഹചര്യങ്ങളുണ്ട്, ഇല്ലേ? ബലം പോകുന്ന സാഹചര്യങ്ങളില്ലേ? ഇപ്പം ജപ്തി നടപടി, പെട്ടെന്ന് ഒരു ജപ്തി നടപടി വന്നെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിച്ചു, പെട്ടെന്ന് നിങ്ങൾ ബലഹീനമായി പോകും. പക്ഷേ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് വിശ്വാസ പ്രമാണം വരണം. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഇപ്പം നിങ്ങളുടെ കുഞ്ഞിന് സിക്കാണ്, ഇപ്പോൾ കണ്ട കുഞ്ഞിന് സിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാവരുടെ മനസ്സിലും ഇങ്ങനെ 10,000 മനുഷ്യരുടെ മനസ്സിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിടക്കുകയാണ്. അതുകൊണ്ട് ഐസിയുവിലും വെന്റിലേറ്ററിനൊക്കെ ഇരുന്നതിൻ്റെ അതിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ടൊക്കെ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണ മനുഷ്യരുടെ അനുഭവങ്ങൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഒന്നൊക്കെ കേൾക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഭാഗം തന്നെയായിട്ടാണ് അതിനെ ഊട്ടി ഉറപ്പിക്കേണ്ട രീതിയിലാണ് വിശ്വാസ പ്രമാണം തിരിച്ച് അതിൻ്റെ കൂടെ ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം കാൽക്കുലേറ്റഡ് പ്രേയേഴ്സാണ് എല്ലാം വരണത്. അല്ല എന്തെങ്കിലും ഒരു പ്രാർത്ഥന 100,000 പ്രാർത്ഥന വീട്ടിലുള്ളപ്പോൾ പുസ്തകങ്ങളുള്ളപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാർത്ഥന അങ്ങനെയല്ല. പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ സമയത്തും ഓരോ വിഷയത്തിനും എന്താണ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞവരെ ചെല്ലുന്നു. അതെന്താണ്? അത് ശക്തിയേക്കാളുപരി ബ്ലെസ്സിങ്സാണ് നമുക്ക് തരണത്. കൺസലേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, ബ്ലെസ്സിങ്സിൻ്റെ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും.
ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത്. എന്തെല്ലാമാണ് അതിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് ഒരു പിടിയില്ല. കാര്യം മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രലോഭനമല്ലേ. പ്രലോഭനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ജഡികമായ എന്തെങ്കിലും സംഭവമാണെന്ന്. അല്ലല്ലോ. പ്രലോഭനം സാമ്പത്തികമാകാം, പ്രലോഭനം അധികാരമാകാം, പ്രലോഭനം സ്ഥാനങ്ങൾക്കാകാം, പ്രലോഭനം എന്തിനെക്കുറിച്ചുമാകാം. നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും, തോന്നിപ്പിക്കുന്ന നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും പ്രലോഭനമാണ്. പക്ഷേ പല ആൾക്കാരും ക്ലേശങ്ങളും പീഡകളും അനുഭവിക്കുന്നത് അവരകപ്പെട്ടു പോയ ഈ പ്രലോഭനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഓരോ സാഹചര്യത്തിൽ ചാടണതേ. ഇപ്പം നോട്ടിരട്ടിപ്പിക്കണ വിഷയമായാലും ശരി, ഇപ്പം നമുക്ക് ദൈവത്തെ അങ്ങോട്ട് സൈലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് പിന്നെ വരുന്നത്. കാര്യം ദൈവത്തെ നമുക്ക് ഓപ്ഷനാണല്ല. ദൈവത്തെ ആശ്രയിക്കുക അല്ലെങ്കിൽ ലോകത്തെ ആശ്രയിക്കുക എന്നുള്ള ഓപ്ഷനിലാണ് നിൽക്കുന്നത്. ഈ ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ദൈവത്തെ അങ്ങ് സൈലൈൻ ചെയ്യും. കാര്യം ദൈവമായിട്ട് മുന്നോട്ട് പോയാൽ എല്ലായിടത്തും കൂടി പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് കളയും. അപ്പോൾ പിന്നെ അവർ കള്ളക്കണക്ക് എഴുതുക, തോന്നിവാസം എഴുതുകയൊക്കെ ചെയ്യും. ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അവർ വളയമില്ലാതെ ഒത്തിരി ചാട്ടങ്ങൾ ചാടും. ഈ വളയമില്ലാതെ ചാടുമ്പോൾ ആദ്യത്തെ സെക്ഷനിലൊക്കെ എല്ലാം ഭയങ്കര വിജയമാണ്. സെക്കൻഡ് സെക്ഷനിൽ തളരുമ്പോൾ താങ്ങാൻ അതിൻ്റെ അകത്ത് പ്രൊവിഷനില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. വിശ്വാസ ജീവിതവും അവിശ്വാസ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. വിശ്വാസ ജീവിതത്തെ തളർന്നാൽ താങ്ങാൻ ആളുണ്ട്. കാര്യം അതിൻ്റെ അത് പ്രോമിസാണ്, വാഗ്ദാനമാണ്. അവിശ്വാസ ജീവിതത്തെ താങ്ങാൻ ആളില്ല. ഇപ്പം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ ഇപ്പോൾ കോൺട്രസെപ്ഷൻസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും അതായത് കർത്താവിൻ്റെ വചനത്തിന് നിരക്കാത്ത രീതിയിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഔന്നത്യത്തിന് വേണ്ടിയോ ആൾക്കാരുടെ മുമ്പിൽ വലിയ പുള്ളിയാകാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ നട്ടനടപ്പനുസരിച്ച് കെട്ടിമേച്ചലുകളൊക്കെ എടുത്താലും അപ്പോൾ നിനക്ക് വഴിവിട്ട് പോകുകയോ കിമ്പളങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള സമ്പത്ത് അവർക്ക് കൊടുക്കാതിരിക്കുകയും അവരുടെ അല്ലെങ്കിൽ ശേഷിയും കാണിച്ചുകൊണ്ട് മിശ പിരിച്ച് അവരെ അടക്കി ഒതുക്കി നിർത്തിയിട്ട് അവരുടെ വസ്തുവകൾ നീ ഉപയോഗിക്കുകയോ. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയ നിനക്ക് എങ്ങനെയും പോകാം. അതാണ് അവിശ്വാസ ജീവിതം എന്ന് പറയണത്. ഈ അവിശ്വാസ ജീവിതത്തിൻ്റെ അകത്തുള്ള പ്രശ്നം തളർന്നാൽ താങ്ങാൻ പ്രൊവിഷനില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആ ലൈഫിങ്ങോട്ട്, അതുകൊണ്ടാണ് ഡു നോട്ട് ബ്രിങ് അസ് ടു ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ എന്താണ് പറയണത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പണ്ടാരം അടങ്ങിപ്പോവും. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തളർന്നു പോയാൽ ആദ്യത്തിലേക്ക് വെച്ചടി കയറ്റമാണ് സാധനം ശരിയാണ്. പക്ഷേ എവിടെയെങ്കിലും പോയി കാലൊതിച്ചു പോയാൽ താഴെ നമ്മൾ ഈ സർക്കസ് കാണിക്കുമ്പോൾ താഴെ വല കെട്ടത്തില്ലേ? അവിശ്വാസ ജീവിതത്തിൽ വല കെട്ടാൻ ആരുമില്ല, നടുവ് പോയത് തന്നെ. അതാണ് വിഷയം. വിശ്വാസ ജീവിതത്തിൽ വല കെട്ടാൻ ആളുണ്ട്, താഴെ താങ്ങും. നീ തളർന്നാൽ നിന്നെ താങ്ങും. അതെന്ന് വെച്ചാൽ അത് കർത്താവിൻ്റെ പ്രോമിസിൻ്റെ ഭാഗമാട്ടെ. ഇത് വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാ. കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാ നിന്നെ കേൾക്കാ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എന്നിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങൾ സന്തോഷമായിരിക്കാണ് കേൾക്കേണ്ടത്. പാടുമ്പോൾ സന്തോഷമായിട്ട് പാടണം. ദൈവം മഹത്വപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. Read the word of God. യേശയ്യ 40:29. യെശയ്യാ 40:29. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. See, this is promise. ഇത് വാഗ്ദാനമാണ്. ഇങ്ങനെ അതായത് 8552 വാഗ്ദാനങ്ങളാണ് എല്ലാം ബൈബിളിൽ നിൽക്കുന്നത്. അതിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും പെടും. എല്ലാ വിഷയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യരാശി എന്നോളം കഴിയുമോ അത്രയും കാലങ്ങളിലുള്ള എല്ലാ വിഷയങ്ങളും, ആഭിമുഖ്യങ്ങളുടെ എല്ലാ വിഷയങ്ങളും അതിൽ പെടും. അതിലെല്ലാം അതിനകത്ത് വാഗ്ദാനങ്ങൾ പാക്കേജുണ്ട്. നമ്മളതിൽ വിശ്വസിച്ചാണ് ഇതിനെ നമ്മൾ അനുഭവിച്ച് മാറണത്. ഹെബ്രായർ അതല്ലേ പറയണത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? അവരതിൽ വിശ്വസിച്ചില്ല. 4:2 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹെബ്രായർ 4:2. 4:2. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. എൻ്റെ പൊന്നു മക്കളെ, അതായത് ഈ വചനം ഇപ്പം വിശ്വാസ പ്രമാണമായാലും സ്വർഗസ്ഥനായ പിതാവായാലും വെൻ വി പ്രേ ഇറ്റ്, നമ്മളത് പ്രെയർ ചെയ്യുമ്പോൾ അതിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ വിമാനമൊക്കെ പറപ്പിക്കാൻ നേരത്തെ അവർ 1.5 മണിക്കൂർ എൻജിനീയേഴ്സ് വന്ന് ചെക്ക് ചെയ്യത്തില്ലേ? അല്ലേ? വിമാനം പറപ്പിക്കാൻ നേരത്തെ അതിൻ്റെ ഹോൾട്ടിങ് ടൈമിൽ എൻജിനീയേഴ്സ് വന്നിട്ട് എല്ലാ മെഷീൻസും റീചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആക്കും. പ്രെയർ ചെയ്യാൻ നേരത്തെ ഒരു പ്രീ ചെക്കിങ് നല്ലതാണ്. പ്രാർത്ഥിക്കുന്ന മുമ്പേ ഒരു ചെക്കിങ് നല്ലതാണ്. വിശ്വാസ പ്രമാണത്തിന് മുമ്പ് ഐ ബിലീവ് ഇൻ ഇറ്റ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥം വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു യാന്ത്രികമായിട്ടുള്ള മെക്കാനിസമാണോ, വട്ട് ഐ ആം ഡൂയിങ് അതൊരു യാന്ത്രികമായിട്ടുള്ള സംഭവമാണോ, ഞാൻ പ്രാർത്ഥിക്കുന്നു അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഡു ഐ ബിലീവ് ഇൻ ഇറ്റ്, ഞാനത് വിശ്വസിക്കുന്നുണ്ടോ, കർത്താവ് എനിക്ക് ഇന്ന് ആഹാരം തരുമോ, എൻ്റെ ജീവിത പ്രശ്നങ്ങളെ പറ്റി. ആഹാരമെന്ന് മീൻസ് അറിയാമല്ലോ, നമ്മൾ പറയുന്ന ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് ബൈബിൾ ബ്രെഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്തുമാകാം. ചിലപ്പോൾ ബ്രെഡ് നിൻ്റെ വിസയാകാം, മനസ്സിലായില്ലേ? ചിലപ്പോൾ വിസ ഓഫറിങ്, നമ്മുടെ ഓഫർ കൊണ്ട് നമുക്ക് വിസ ഓഫർ ലെറ്റർ വിസ വന്നിട്ടില്ലെന്നായിരിക്കും നമ്മുടെ പ്രശ്നം. അത് ബ്രെഡാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അകത്ത് ഇത് പെടുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അകത്ത് പെടുത്തിയിരിക്കുമ്പോൾ ഉള്ള സംഭവം എന്താ? ഭരണഘടനയിൽ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ പൗരന് അത് ലഭിക്കാൻ ബാധ്യസ്ഥമാണ്. മനസ്സിലായി? അതിനാണ് കോടതിയൊക്കെ ഇരിക്കണത്. ഭരണഘടനയിൽ ഒരു കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഉദാഹരണം ആർട്ടിക്കിൾ 21 അത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ്, അത് മാന്യമായി ഇന്ത്യയിൽ ജനിച്ചവന് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ പ്രാർത്ഥനയിലുള്ള എല്ലാ പ്രെഡിക്കമെൻറ്റ്സും ഉറപ്പ് വരുത്തലാണ്. അന്നു വേണ്ട ആഹാരം ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പ്രാർത്ഥന ഈശോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കർത്താവിന് കൈയ്യടി കൊടുത്തേ. ഹല്ലേലൂയ, 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 മഹത്വം, കരയല്ലേ, തളരല്ലേ, നെഞ്ചൊന്നു നീറിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, അപ്പോൾ ഇതിന് നമ്മൾ അന്നു വേണ്ട ആഹാരം ഡെയിലി ബ്രെഡ് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതൊരു പ്രഖ്യാപനമല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് ബ്ലെസ്സിങ്സാണ്. വിശ്വാസപ്രമാണം പ്രഖ്യാപനമാണ്, അതിലൂടെ ലഭിക്കുന്നത് കൃപയാണ്. അതായത് കൃപശക്തിയാണ്. ബലഹീനമായ സാഹചര്യങ്ങളിലാണ് അത് അനുവർത്തിക്കേണ്ടത്. ക്ലിയർ അല്ലേ? പോയിൻ്റ് ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും
പ്രത്യേകിച്ച് ഉടമ്പടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാത്തമാറ്റിക്കലായിട്ട് ഒരു ബൈബിൾ ഗണിതപ്രകാരം പോകുന്ന കാര്യങ്ങളാണ്. അതായത് അതിൻ്റെ അകത്ത് A+2 2+2 എന്ന് വെച്ചാൽ 4 ആണ്. ആ രീതിയിലാണ് അത് പോണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിന് വേണ്ടി വരുന്നത്. ഇപ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഭരണഘടനയിലെ അവകാശം പൗരൻ്റെ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന പോലെയാണ് സ്വർഗീയ പൗരനാണ് നമ്മൾ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. 3:20 വായിച്ചോളൂ. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. വചനം ഏതാണ്? ഫിലിപ്പി 3:20. ഫിലിപ്പിയ ലേഖനം 3:20. എന്താ പറയണത്? ഒന്നേറ്റ് പറഞ്ഞ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം സ്വർഗത്തിൽ ശാശ്വതമായ ജീവിതത്തിന് എത്തണ വരെയുള്ള സമയത്തെല്ലാം നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ആണ് കർത്താവ് ഈ ഡെയിലി ബ്രെഡിൻ്റെ പ്രെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗീവ് us ടുഡേ അവർ ഡെയിലി ബ്രെഡ്. അന്നു വേണ്ട ആഹാരത്തെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ചിലപ്പോൾ ഇന്ന് ചിട്ടി വീഴുന്നതായിരിക്കും പ്രശ്നം. ഇന്നത്തെ പ്രശ്നം ചിട്ടി വീഴാണ്. അപ്പോൾ ഇന്നലെ ഇവിടുത്തെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ ഇവിടെ കുറേ പ്രവർത്തകരുണ്ടല്ല, ഒരുത്തൻ്റെ തലയിൽ കഴുത്തിലൊരു മാല കണ്ട് ഞാൻ പറഞ്ഞ കോലടിച്ചല്ല, മാല മേടിച്ചല്ലേ? ഇല്ല, ഒരു ചിട്ടി വീണപ്പോൾ ആ ചിട്ടിക്കാശ് കൊണ്ട് വാങ്ങിച്ചതാണെന്ന്. പക്ഷെ ചിട്ടി വീണപ്പോൾ ചിട്ടിക്കാശ് കൊണ്ട് വാങ്ങിച്ചതാണ്. അത് കാശ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവൻ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ സംഭവം? ചിട്ടി ഡെയിലി ബ്രെഡാണ് ശരിക്കും. എന്തുകൊണ്ടാണ് കൃപാസനം എല്ലാം അഡ്മിറ്റ് ചെയ്യണത്? മനുഷ്യന്മാരുടെ മുഴുവനും ആവശ്യങ്ങൾ നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനുഷ്യന്മാരുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യണത്? കർത്താവ് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഗീവ് us ടുഡേ അവർ ഡെയിലി ബ്രെഡ്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കൈയടിച്ച് കർത്താവ് വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇവിടെ ഒരു ചതിക്കുഴിയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. വഴികളിൽ പോകുമ്പോൾ ചില ആൾക്കാർ ഈ ഡെയിലി ബ്രെഡിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്തൊരു അബദ്ധം. അബദ്ധങ്ങൾ മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് പറയും ഓടരുതമ്മാവ് അറിയാത്ത. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വയറ്റിപ്പഴുപ്പിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ദൈവം രണ്ട് സംഭവമാണ് പറയുന്നത്: ഭാഗ്യവും ഹതഭാഗ്യവും. ഭാഗ്യവും അധഭാഗ്യവും. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറയും. പക്ഷേ ഹതഭാഗ്യമെന്നും സംഭവമുണ്ട്. ഭാഗ്യക്കേട്. ഭാഗ്യക്കേടെന്ന് പറയണത് 15:19. ഒന്ന് കുറഞ്ഞ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം. ഒന്ന് പറഞ്ഞേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഭാഗ്യമുണ്ട്, സുവിശേഷത്തിൻ്റെ ഭാഗ്യങ്ങളുണ്ട്. അത് ദൈവാരൂപി ജീവിക്കുന്നവർക്ക് ഭാഗ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കാം. അത് അതിൻ്റെ മുഴുവൻ സാകല്യമായിട്ടാണ് മരിയൻ ബ്ലെസ്സഡ്നെസ് വരുന്നത്. അമ്മ പറയണത് ഈ തലമുറ മാത്രമല്ല, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. പക്ഷേ ഇതിനകത്ത് ദൗർഭാഗ്യം വരാനുള്ള സാധ്യതയുണ്ട്. അതെന്താ കാര്യം? വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിച്ച കുഴപ്പമാണ്. ദൗർഭാഗ്യം വരും. അത് ഭയങ്കര സീരിയസ് ആണ്. അതാ 19:15. ഒന്ന് കൊരിന്ത്യർ എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും. എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോഴേ അറിയാവോ, എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മളോർക്കും എല്ലാ മനുഷ്യരും, എല്ലാ ലോകത്തോളം എല്ലാ മനുഷ്യരും. അങ്ങനെയല്ല. എപ്പിക്യൂരിയൻസിനാണ് ഈ പറയണത് എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ. എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കർത്താവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വർഗമാണ്. ഒരു പ്രത്യേക തത്വശാസ്ത്രങ്ങൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ. മാർക്സിസം ഒരു തത്വശാസ്ത്രമാണ്. അതുപോലെ തന്നെ ഓരോ തത്വശാസ്ത്രങ്ങൾ
ഇപ്പം നെയ്യോ കോപ്പറേറ്റീവ്സത്തിൻ്റെ കാലമാണ് ഇപ്പം. അതായത് കോപ്പറേറ്റീവ് ആധിപത്യം, കോർപ്പറേറ്റ് ആധിപത്യമല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ ഉണ്ട് പേഴ്സണൽ ഫെഡറലിസം. അതിപ്പോഴത്തെ ഒരു പ്രവണതയാണ് പേഴ്സണൽ ഫെഡറലിസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പ്രഖ്യാപിതമാകുന്ന അവസ്ഥ. അവർ സെൽഫ് ഡിക്ലറേഷന് ഏതാണ്ട് ഭരണഘടനയുടെ അത്രയും പവർ കാണിക്കുന്ന മനുഷ്യൻ്റെ സ്വയം ഔന്നത്യത്തിൻ്റെ പ്രഖ്യാപന കാലകം. അതിങ്ങനെ മനുഷ്യരാശി കടന്നു പോകുമ്പോൾ ഇങ്ങനെ പല ചിന്താധാരകൾ വരും. അതാണ് പറയണത്, എല്ലാ മനുഷ്യരും എന്ന് പറയണില്ലേ, പല ചിന്താധാരകൾ സൂക്ഷിക്കുക. എപ്പിക്യൂരിയൻസിൻ്റെ പ്രോബ്ലം എന്താണ്? ബൈബിൾ കാലത്തിൽ എപ്പിക്യൂരിയൻസിൻ്റെ പ്രോബ്ലം ഇന്ത്യയിലുണ്ടായിരുന്ന ചാർവാകൻസ്, അത് അതേ കാലത്തിലുണ്ട്. അവർ പറയണത് എന്താണ്? യെസ്റ്റർഡേ ഈസ് ഡെഡ് ആൻഡ് ഗോൺ. ഇന്നലകളിങ്ങനെ അസ്തമിച്ചു പോയി, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇനി തിരിച്ചു വരത്തില്ല. ടുമാറോ ഈസ് അൺസേർട്ടൺ. നാളെ ഉണ്ടോ ഇല്ലയോ, നമ്മൾ ജീവിച്ചിരിക്കുമോ, ഐ ഡോണ്ട് നോ, വി ഡോണ്ട് നോ, അറിയത്തില്ലെന്ന് പറയും. പിന്നെ എന്താണ്? ടുഡേ ഈസ് അവേഴ്സ്, സോ ലെറ്റസ് മേക്ക് മെറി. അതായത് തിന്നും കുടിച്ചും DJ പാർട്ടി നടത്തി ഈ ജീവിതം ആസ്വദിക്കാമെന്ന് പറയുന്ന, അതാണ് അതാണ് മനുഷ്യൻ്റെ. ചില മനുഷ്യരുണ്ടല്ലേ, ആ രീതിയിലുള്ള മനുഷ്യരുണ്ട്. എവിടെ പോയാലും അവർക്ക് അമ്യൂസ്മെൻ്റാണ് അവരുടെ വലിയ ജീവിത ലക്ഷ്യമെന്ന് പറയണത്. അമ്യൂസ്മെൻറ്റ് അതൊരു പ്രത്യേക വർഗം മനുഷ്യരാണ്. അതൊരു വിസറട്ടോണിക് എൻഡോമോർഫ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഞാൻ പറയത്തില്ല. അതൊരു സൈക്കോളജിക്കൽ അനാട്ടമിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് വിസറട്ടോണിക് എൻഡോമോർഫ്. വ്യക്തിയെ കാണും പറയാം ഇയാൾ ഏത് സ്റ്റേച്ചറിലുള്ളതാണ്. ചില ആൾക്കാർ എല്ലായിടത്തും അടിയന്തരമുള്ള സ്ഥലങ്ങളിലെല്ലാം പോകും. എല്ലാ അമ്യൂസ്മെൻറ്റ് സംഭവങ്ങളും അതുപോലെ പാർട്ടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ എല്ലാം പോയി എവിടെയെങ്കിലും അതൊന്നും മിസ് ചെയ്യത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സദ്യയിൽ നിന്ന് മറ്റൊരു സദ്യയിലേക്ക് അവർ പോകും. ഈ എപ്പിക്യൂരിയൻസ് ചെയ്യണത് എന്താണ്? അവർ മുക്കുമുട്ട കഴിച്ചിട്ട് പിന്നെ കൈയിട്ട് ഛർദ്ദിച്ച് കളഞ്ഞിട്ട് പിന്നെയും കഴിക്കും. സി വാട്ട്സ് ദ പീപ്പിൾ. അത് ചിന്തിച്ച് നോക്കി, കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നൊരു വർഗ്ഗമാണ്. അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ ഇന്നും ആ ടൈപ്പ് ഉണ്ടാവും. തീറ്റിപ്പണ്ടാരങ്ങളും അതുപോലെയുള്ള ആൾക്കാരുണ്ട്. ഭക്ഷണത്തിന് അമിത പ്രാധാന്യം, സൗന്ദര്യത്തിന് അമിത പ്രാധാന്യം, അതുപോലെ തന്നെ സെക്സിന് അമിത പ്രാധാന്യം. അതായത് ഒരു ലെവൽ വിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, അതാണ് എല്ലാ മനുഷ്യരെക്കാളും. അതാണ് വിഷയം. നിങ്ങൾ യേശുക്രിസ്തു, അതായത് ടേക്ക് ദ വേർഡ് ഓഫ് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. വായി കൈയിട്ട് ഛർദ്ദിക്കണ പണ്ടാരങ്ങളില്ലേ, അവരെക്കാളും ഗതികെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലായില്ലേ? എപ്പിക്യൂരിയൻസിനേക്കാൾ ഗതികെട്ടവരാണ് നമ്മളന്ന്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിലേ നിങ്ങൾ എപ്പിക്യൂരിയൻസിനേക്കാൾ ഗതികെട്ടവരാണെന്ന്. അപ്പോൾ അതൊക്കെ എന്തുമാത്രം ഭാഗ്യക്കേടാ വരേണ്ടത്. അപ്പോഴെന്താ നമ്മൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെന്താണ്? നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്കുള്ള നിക്ഷേപങ്ങൾ വേണം. നിത്യതയുടെ നിക്ഷേപങ്ങൾ. ഞാൻ എപ്പോഴും എൻ്റെ സഹോദരനോട് പറയണത്, എൻ്റെ മക്കളെ, എന്തെങ്കിലും പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറയാമോ? രഹസ്യമാണ്, പറയാമോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിലിരിപ്പാണ്, ഗുണമാണോ ദോഷമാണോ എന്നറിയത്തില്ല. എന്ത് സംഭവം എന്നറിയാമോ? എൻ്റെ മനസ്സിലിരിപ്പ് എപ്പോഴും പറയണത്, ഒരു 10 കാര്യം ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ 5 കാര്യം കിട്ടരുതെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങളോട് ഒപ്പം എടുക്കത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിരിപ്പ് ഇതാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 10 കാര്യം നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ 5 കാര്യം കിട്ടരുത്. എന്താ കാര്യം എന്നറിയാമോ? കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നണുണ്ടോ? ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് പ്രശ്നം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ.
ലൂക്ക 11:9. ലുക്ക 11:9. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പറഞ്ഞേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പം മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ ഇതെപ്പോഴാണ് തുറക്കണത്, എവിടെയാണ് തുറക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. ചോദിക്കുന്നെങ്കിൽ ലഭിക്കും. പക്ഷേ എപ്പോഴാണ് ലഭിക്കുക എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ ഇവിടെ ലഭിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെ നിത്യതയെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ നമ്മൾ ബെനഡിക്ട് മാർപ്പാപ്പയെ യാത്രയാക്കി നിൽക്കുന്ന സഭയാണ് ഇപ്പോൾ ഉള്ളത്. ബെനഡിക്ട് മാർപ്പാപ്പയെ നിത്യഭവനത്തിലേക്ക് നമ്മൾ യാത്രയാക്കി അല്ലേ. എനിക്കാണെങ്കിൽ ആ ദിവസങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനോട് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് അടുപ്പമുള്ള ആളായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, പക്ഷേ ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ട്. രഹസ്യമായി ഈ മനുഷ്യനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നും ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പപ്പ രാജിവെച്ചതിനോട് എനിക്ക് ഒരിക്കലും അന്ന് മരിക്കണവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണ്. വെച്ച് കഴിഞ്ഞാൽ സത്യം എന്താണ്, നീതി എന്താണ്, അത് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു മീഡിയയുടെ മുമ്പിലും ഒരിക്കലും തോക്കാതെ നിന്നൊരു മനുഷ്യനാണ് ഈ ബെനഡിക്ട് മാർപ്പാപ്പ. ബെനഡിക്ട് മാർപ്പാപ്പ ഇപ്പോൾ വല്ലാതെ ഞാൻ അനുസ്മരിച്ചു പോയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ വിശുദ്ധനായ മനുഷ്യൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, പാപ്പ ദൈവത്തോട് ഏറ്റവും അടുത്ത ആളാണ്, സത്യത്തെ തൊട്ടൊരു മനുഷ്യനാണ്. ഈ സത്യത്തെ തൊട്ടൊരാൾ ഇനി കർത്താവിലേക്ക് പോകുമ്പോൾ ഇങ്ങയുടെ ആസ്തി എന്താ? ബെനഡിക്ട് മാർപ്പാപ്പ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം ബെനഡിക്ട് മാർപ്പാപ്പയുടെ ജീവിതകാലത്ത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത കാര്യങ്ങൾ കൊടുക്കാനുള്ള സമയമാർത്തിലേക്കാണ് പോണത്. മനസ്സിലായില്ലേ? എന്താ വചനം എന്താണ്? ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും. സമയം പറഞ്ഞിട്ടില്ല. ഇവിടെ ലഭിക്കാത്ത എല്ലാ വിഷയങ്ങൾക്കും കർത്താവിന്, അതായത് ഇവിടെ ലഭിക്കുന്നതിൻ്റെ പേര് ബ്ലെസ്സിങ്സ് എന്നാണ്, ഇവിടെ ലഭിക്കാത്തതിൻ്റെ പേര് കൃപയെന്നാണ്. നിങ്ങളെപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത് ലഭിക്കാത്ത പ്രാർത്ഥനയെ ഓർത്ത് വിശ്വാസമില്ലാത്തവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യണത്. പക്ഷേ ലഭിക്കാത്ത പ്രാർത്ഥനയുടെ സത്യങ്ങൾ അറിഞ്ഞാൽ അത് കൃപയാണെന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, അത് നിത്യതയെ നമുക്ക് അവകാശമോഹര്യമാക്കുന്ന ഒരു നിക്ഷേപമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ലഭിക്കാത്ത പ്രാർത്ഥനയെ ഓർത്ത് നമ്മൾ ദൈവത്തോട് അടുക്കേ ഉള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്ക് ലഭിക്കാത്ത എൻ്റെ പ്രാർത്ഥനകളെ, എനിക്ക് ലഭിക്കാത്ത ഉത്തരങ്ങൾ, അത് എനിക്ക് വരുത്തിയിട്ടുള്ള ക്ലേശങ്ങൾ, ഞാനിപ്പോൾ സന്തോഷത്തോടെ അങ്ങേക്ക് തിരിച്ചു സമർപ്പിക്കുന്നു. വിശ്വാസത്തോടെ പ്രത്യാശയോടെ അതെനിക്ക് എപ്പോഴെങ്കിലും ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ അങ്ങയെ സന്തോഷിക്കുന്നു. ഞാൻ അങ്ങയിൽ സന്തോഷിക്കട്ടെ. നിൻ കൃപ
ഈ വരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഡെയിലി ബ്രെഡ് കർത്താവ് വ്യാഖ്യാനിച്ച് തരികയായിരുന്നു. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈശോ പറഞ്ഞു. ഞാൻ പോലും കേൾക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ഈശോ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഈശോ തരുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾ അശ്വതി എന്നും പറഞ്ഞൊരു പെൺകുട്ടി സാക്ഷ്യം പറഞ്ഞ്, അശ്വതി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു പ്രശ്നം വെച്ചാൽ അശ്വതി ഫസ്റ്റ് ടൈം ഒരു ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് ആദ്യം വരുന്ന ആളാണ്. അപ്പോൾ ഈ ഉടമ്പടി ധ്യാനം വളരെ നന്നായ രീതിയിൽ സ്വകാര്യമായിട്ട് അതിൽ കൂടുന്ന ആളാണ്. പക്ഷേ അശ്വതി ഒരിക്കലേ അവർക്ക് മുതുകത്തൊരു മുഴയുണ്ടായി. മുതുകത്തൊരു മുഴയുണ്ടായി. അപ്പോൾ അത് ക്യാൻസറിലേക്ക് പോകുമോ, ഓപ്പറേഷൻ വേണ്ടി വരുമോ, പിന്നെ ഉണ്ടാകുന്ന അവളുടെ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കുട്ടി ആകുലയാണ്. അപ്പോൾ അങ്ങനെ ആകുലയായപ്പോൾ ഈ പെട്ടെന്ന് കുറേ സാക്ഷ്യങ്ങൾ നോക്കി മാതാവ്, അവൾ പറയുന്നുണ്ട്, മാതാവ് എന്നെ നയിക്കുകയായിരുന്നു. ഞാനൊരു സ്മാർട്ട് ഫോണൊന്നും വാങ്ങിച്ചിട്ടില്ല. മാതാവിനെക്കുറിച്ച് അറിയണമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ മാതാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. അപ്പോഴൊരു സാക്ഷ്യം അച്ഛൻ പറയുന്നുണ്ട്, അതായത് ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, അതെനിക്ക് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്തു. അതായത് ഒരു കുഞ്ഞ് പങ്ക്രിയാസിൽ ക്യാൻസറുള്ള കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിനെ കോവിഡ് കാലത്ത് ഇവിടെ കൊണ്ടുവന്നായിരുന്നു. നമ്മളാരും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആൾ നിൽക്കാനൊന്നും പോലീസ് അനുവദിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ തന്നെ പോലീസ് തല്ലിയിട്ടുണ്ട് പല പ്രാവശ്യം ഇവിടെ വന്ന്. ആൾ നമ്മുടെ വാദിക്കെ പ്രാർത്ഥിച്ച് കൂട്ടം കൊണ്ട് നിൽക്കുമ്പോഴേ അങ്ങനെ വലിയ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇവർ വരണത്. അപ്പോൾ ഇവിടെ ഇത് തുറക്കാനും പറ്റില്ല, തുറന്നാൽ പ്രോബ്ലമാണ്, പോലീസ് സമ്മതിക്കത്തില്ല. അപ്പം അത്രയും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞും അമ്മയും കൂടി ഇതിനെ വാദിക്കെ വന്ന് നിന്നിട്ട്, ഈ പാങ്ക്രിയാസിൽ ക്യാൻസറല്ല കുഞ്ഞിന്. അപ്പോൾ അമ്മ കൊച്ചിനോട് പറയും, വാവേ അമ്മയോട് പറ, ഇനി നമ്മൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകാം. കുഞ്ഞ് അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞങ്ങൾ വരണത് സാക്ഷ്യം പറയാനായിരിക്കുമെന്ന്. അത് കറക്റ്റാണ്. ഈ സാക്ഷ്യമാണ് അശ്വതി കേൾക്കണത്. അവൾ തിരിച്ചു വന്ന്, ആ കുഞ്ഞ് തിരിച്ചു വന്ന് സാക്ഷ്യം പറയണത്. അത് ഭയങ്കര ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വേറെ ഒരു മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കും. അപ്പോൾ കുഞ്ഞ് മിടുക്കിയായി വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അതാണ് അശ്വതി കേൾക്കണ സാക്ഷ്യം. അപ്പോൾ അവളുടെ വിശ്വാസം വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് വളരും. ഈ സാക്ഷ്യങ്ങൾ കേൾക്കണ മക്കളെ, സാക്ഷ്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെടുന്ന സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ ഒത്തിരി ട്രോളൊക്കെ വരുന്ന സാക്ഷ്യങ്ങളല്ലേ, ട്രോളിങ് വരണം. നമ്മളെന്താ വന്നാൽ അതിൻ്റെ അകത്ത് അധികം ഓവറായിട്ട് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ജനങ്ങൾക്ക് അവരെ കവനൻ്റൽ എക്സ്പീരിയൻസ്, ദൈവം നമുക്കൊരു പുതിയ പ്രാർത്ഥനാ പദ്ധതി തന്നിരിക്കുകയാണ്. അപ്പം അതിൽ നമ്മൾ പഴയ ധ്യാനകേന്ദ്രങ്ങളുള്ള വെള്ളപടി, മദ്യപാനം മാറുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളുണ്ടാകുക മാത്രമല്ല, മനുഷ്യൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സമഗ്രമായ വിഷയങ്ങളാണ് ഉടമ്പടിയിൽ ദൈവം അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ പുതിയ വിഷയങ്ങളും പുതിയ അനുഭവങ്ങളും ആയത് കാരണം ജനങ്ങൾക്കൊരു സ്ഥിരം പ്ലാറ്റ്ഫോം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും കയറി ജനങ്ങൾ അവരുടെ ഉടമ്പടി അനുഭവങ്ങൾ പങ്കുവെക്കാൻ. അപ്പോൾ ഓരോരുത്തർ, ചിലർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും, ചിലർക്ക് അധികം വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല. അവരുടെയൊക്കെ സ്റ്റാറ്റസ് അനുസരിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് പറയും. നമ്മളതിനെ ഹോണർ ചെയ്യും. പക്ഷേ ചില ആൾക്കാർക്ക് അവർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ വിശ്വാസം തന്നെയാണ് പ്രചരിപ്പിക്കുന്നത്. അവരുടെ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. അവർ ആ വിശ്വാസം അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ബുദ്ധിബോധമില്ലാതെ ഇരിക്കാൻ ദൈവത്തെ ബുദ്ധിപരമായിട്ട് മാത്രം കാര്യങ്ങളെ കാണുന്നവർക്ക് മണ്ടത്തരം തോന്നി വരും. പക്ഷേ ഈ നിഷ്കളങ്കരായ മനുഷ്യർ അവരുടെ ഒരു സങ്കടകാലത്ത് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു?
അവരതെങ്ങനെ പ്രഖ്യാപിച്ചു, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ഇപ്പോൾ അശ്വതിയുടെ പ്രശ്നം തന്നെ എന്താണ്? അശ്വതി ഈ ധ്യാനം കൂടിയപ്പോൾ അശ്വതിയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയണത് കേട്ട്. അശ്വതിയുടെ പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അശ്വതി ഒരു സെപ്റ്റംബർ 4 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. എന്താ കാര്യം? പ്രശ്നം എന്താണ്? അവരുടെ മുതുകത്തൊരു കുരുവാണ് പ്രശ്നം. മുതുകത്തൊരു കുരു ഇങ്ങനെ മുഴ വരെ പൊങ്ങുകയാണ്. അപ്പം അത് മാറാൻ വേണ്ടി അശ്വതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് കേട്ടിട്ട് അതനുസരിച്ച് ഒരു ഡേറ്റ് ഇട്ട് സെപ്റ്റംബർ 4. അപ്പോൾ സെപ്റ്റംബർ 4 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അശ്വതി 2 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യോ ഡേറ്റ് പെട്ടെന്നായി പോയില്ല, മാതാവിന് കുറച്ച് സമയം കൊടുക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അത് അവരുടെ നിഷ്കളങ്കതയിലുള്ള ഒരു പകപ്പാണ്. കാര്യം ഇപ്പം ഇങ്ങനെ ഇത്രയും പെട്ടെന്നൊക്കെ നമ്മൾ ഡേറ്റ് ഇട്ട് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. ആ 4 ദിവസത്തിനുള്ളിൽ മാതാവിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാതാവിനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടി ഡേറ്റ് മാതാവിന് കൊടുക്കാമായിരുന്നെന്ന് ഇവൾ സ്വയം ചിന്തിക്കുകയാണ്. അവളുടെ ലിറ്ററസി അനുസരിച്ചുകൊണ്ടുള്ള ചിന്താധാരണകളാണ് വരണത്. നമ്മളതിനെല്ലാം മാനിക്കും. അത് പറയുന്നത് അവർ എന്താ പറയണമെന്ന്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അശ്വതി ഒരു ധ്യാനം കൂടും, ഉടമ്പടി ധ്യാനം കൂടും. ഏത് ധ്യാനം കൂടും? 2017 ധ്യാനം കൂടും. 2017 ധ്യാനം കൂടും. 2017 ധ്യാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര കൊല്ലമായി? 5 കൊല്ലമായില്ലേ? 5 കൊല്ലം മുമ്പുള്ളൊരു ധ്യാനം കൂടുകയാണ്, ഉടമ്പടി ധ്യാനം കൂടുകയാണ്. കൂടുമ്പോൾ എന്താ പറയണത്? അന്ന് അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോഴ് ആരാധനയ്ക്ക് പറയുന്നുണ്ട്, ഇപ്പം മുതുകത്ത് മുഴയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. അവരാ മുതുകത്തെ മുഴ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കർത്താവ് ഇപ്പോഴവരെ സുഖപ്പെടുത്തുമെന്ന് പറയാം. അത് 2017 ധ്യാനമാണെന്ന് അശ്വതിക്കറിയാം. അതാണ് വിഷയം. പണ്ടത്തെ ഒരു ആരാധനയാണ്. പണ്ടത്തെ ആരാധനയിൽ അവളെന്താ ചെയ്യിക്കണത്? ഭൂതകാലത്തെ ഒരു ആരാധനയിൽ അവർ വർത്തമാനകാലത്ത് അവരുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വിഷയം. എന്നിട്ട് പറയാം, കർത്താവ് ഇത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. അതാണ് അശ്വതി പറയണത്. കർത്താവ് ഈ 2017 ധ്യാനമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇത് എന്നെക്കുറിച്ചാണ് നീ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മാതാവിൻ്റെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് 4-ാം തീയതി സെപ്റ്റംബർ 4. ഇനി 3 ദിവസമേ ഉള്ളൂ. ഇതെന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇവളെ ഈ മുഴ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് അപ്രത്യക്ഷമായി പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ തന്നെ അത് വിചിത്രമായി തോന്നി എനിക്ക്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ അവരെ ക്രിസ്റ്റിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്താണ്, അതായത് എനിക്കിത്തിരി അവിശ്വാസമൊക്കെ ഉണ്ട്. വളരെ പച്ചയായ സാക്ഷ്യങ്ങളാണ്. എനിക്ക് കുറച്ച് അവിശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ഡേറ്റ് ഞാൻ ഇങ്ങനെ ഹരിബറിയായിട്ട് ഇട്ടില്ലേ, മാതാവിന് കുറച്ച് സമയം കൂടി കൊടുത്തേച്ചെങ്കിൽ മാതാവ് സമയം എടുത്ത് ഹീൽ ചെയ്ത് തന്നേനോ. മാതാവിന് സമയം കൊടുക്കാത്ത രീതി മാതാവിൻ്റെ കൈയും കാര്യം കെട്ടണ രീതി ഞാൻ പെട്ടെന്ന് സമയം ഇട്ടില്ലേ, സെപ്റ്റംബർ 4 നമ്മൾ ഡേറ്റ് ഇട്ടില്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു അവിശ്വാസം തോന്നിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ മാതാവ് ചെയ്യുമോ? ഇല്ലേ, എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ എന്നിട്ട് ഇവിടെ പറയും, ഞാൻ അവിശ്വസ്തനായിരിക്കും, അവിശ്വാസിയായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായിരിക്കും. ഈ വചനം എവിടെ നിന്ന് കിട്ടി അവൾക്ക്? Take the word of God. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 2 തിമോത്തി സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും.
തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പം ഈ 2 തിമോത്തി ആ വേഴ്സൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അശ്വതി അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയണത്? എനിക്കിങ്ങനെ അവിശ്വാസം തോന്നിയായിരുന്നു, പക്ഷേ എനിക്ക് പ്രശ്നം തോന്നിയില്ല. കാര്യം എന്താണ്? വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന്. അപ്പോൾ ഈ മനുഷ്യന്മാർ വിശ്വസിക്കുന്ന രീതികളും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിങ് ഭയങ്കരമാണ് ശരിക്കും. അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. കാര്യം ബുദ്ധി ഇവിടെ എന്തുമാത്രം കുറഞ്ഞു വരുന്നു, അതനുസരിച്ച് വിശ്വാസം മൂല്യമുള്ളതായിട്ട് വരും. അന്ധവിശ്വാസമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുൻകരുതലെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വസിക്കാൻ നിനക്ക് അമിതമായി വിശ്വസിക്കുമ്പോൾ അത് അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി അത് സ്വാഭാവികമായൊരു കോമൺ സെൻസ് മനുഷ്യനെ ഉണ്ടാകും. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്ട്രാ സെൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അമിത വിശ്വാസം അന്ധവിശ്വാസമായി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ അശ്വതി പറയുന്നത് കറക്റ്റ് കാര്യമാണ്. എന്താ പറയണത്? എനിക്ക് ഡേറ്റ് ഇട്ടതിൽ മാതാവിനോട് ഹർബറിയായി ഒരു ഡേറ്റ് ബാർ ചെയ്തതിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ട്. പക്ഷേ എങ്കിലും വചനത്തിലുണ്ടല്ലോ, ഞാൻ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമല്ലോ. അപ്പോഴേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കാലങ്ങളിലെല്ലാം വചനത്തിൻ്റെ സത്യാവസ്ഥകളെ ആഴമായി മനസ്സിലാക്കിയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതാനുഭവങ്ങളോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതികരണമാണ് ഉടമ്പടിക്കാലത്ത് നമ്മൾക്കുണ്ടാവുന്നത്. എല്ലാവരെയും അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനത്തോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പുതിയ സമീപനം ഞങ്ങൾക്ക് നൽകണമേ. സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറേ കാലം മുമ്പ് എനിക്കാണ് ഒരു വർഷമായി കാണും, ഞാൻ എപ്പോഴും പറയും ടൈം ഷോർട്ടണിങ് എന്ന് പറയും. അപ്പോൾ എനിക്ക് തന്നെ ഒരു ജാള്യത ഉള്ളിൽ തോന്നും. കാര്യം ടൈം ഷോർട്ടണിങ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഞാൻ പറയും, ഉടമ്പടിയുടെ ഒരു ഇഫക്റ്റ് സമയച്ചുരുക്കമാണ്. എനിക്കത് എവിടെയാണ് ഡിറൈവ് ചെയ്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയം ആയിട്ടില്ലെന്ന് ഈശോ പറയുമ്പോൾ മരിയൻ മീഡിയേഷനിലാണ് അമ്മ സമയച്ചുരുക്കം ഉണ്ടാക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ, അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ ശക്തമായ വെളിപാടിൽ നിന്നാണ് ഞാൻ ടൈം ഷോർട്ടണിങ് കണ്ടുപിടിച്ചതാണോ പരിശുദ്ധാത്മാവ് എന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്ന് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതൊരു സത്യമാണ്. എന്താണ് സത്യം? there is a phenomena of time shortening in covenant prayer. ഉടമ്പടി പ്രാർത്ഥനയിൽ സമയച്ചുരുക്കത്തിന് ഒരു പ്രതിഭാസമുണ്ട്. ഉടമ്പടി പ്രാർത്ഥന നീ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവിടെ നിനക്ക് ടൈം ഷോർട്ടണിങ് വേണമെന്നുണ്ടെങ്കിൽ ടൈമാണല്ലോ വില്ലൻ. എല്ലാത്തിൻ്റെയും വില്ലൻ ടൈമാണ് അല്ലേ? എല്ലാം ടൈം മാറിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോകും. അപ്പം ടൈം ഇപ്പം നമ്മൾ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പരിശുദ്ധ അമ്മ 2004 പ്രത്യക്ഷപ്പെട്ടത്. അപ്പം സമയം കൃപാസന ശുശ്രൂഷകളുടെ കൂടെ അടിസ്ഥാനമായ പ്രമേയമാണ് സമയത്തെ കഴിഞ്ഞുപോയ സമയത്തെ തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവചനങ്ങളെയും എല്ലാം എങ്ങനെയാണ് വർത്തമാന കാലത്ത് അനുഭവിക്കാൻ പറ്റണതെന്നാണ് അശ്വതി വിശ്വാസം കൊണ്ട് തെളിയിച്ചത്. അതുപോലെ തന്നെയാണ് ഈ ധന്യയുടെയും അലക്സ് ജോസഫിൻ്റെയും മകളുടെ മൈലോ ഇതില്ലേ, എന്താണ് രക്താർബുദം. ആ രക്താർബുദത്തിൻ്റെ, അതായത് മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദം, ആ മുതിർന്നവർക്കുണ്ടാകുന്ന രക്താർബുദത്തിന് കുഞ്ഞിനെ ഇനി 50% റിക്കവറി റേറ്റ് ഉള്ളതെന്ന് ഡോക്ടർ പറയുമ്പോൾ കുഞ്ഞിന് ചെയ്യേണ്ടി വരുന്ന കീമോ 3000 mg ആണ്. 3000 mg കീമോയാണ്. നമുക്കറിയാവില്ല 600 mg 300 mg എന്നൊക്കെ പറയുമ്പോൾ തന്നെ നേഴ്സുമാർക്ക് പെട്ടെന്ന് തന്നെ പേടിയാവും, അയ്യോ ഇതെന്തൊരു അസുഖമാണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് ഇത്രയും കഴിച്ചാൽ എന്ത് ചെയ്യും.
അപ്പോൾ 3000 mg കീമോയാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. 8 ദിവസത്തേക്കാണ്. അതിൻ്റെ പെയിൻ എന്ന് പറയണതും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ കൊടുത്താൽ തന്നെയും 3 കൊല്ലം എടുക്കും. 3 കൊല്ലം എടുക്കും. ഇത് കീമോ കൊടുത്തിട്ട് ആണ് പിന്നീട് ബോൺ മാരോ ചെയ്യണത്. അമ്മയുടെ മജ്ജ എടുത്തിട്ട് കുഞ്ഞിലേക്ക് കൊടുക്കുന്നു. അത് ഭയങ്കര ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കുഞ്ഞ് സർവൈവ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേക ഒരു ലോകത്താണ്. പണ്ട് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്ന ആൾക്കാർ മരിച്ചു പോകും, അത്രയേ ഉള്ളൂ. വൈദ്യശാസ്ത്രം ഇപ്പോൾ ഇത്രയും വളർന്നത് കൊണ്ടാണ് റിക്കവറിങ് റേറ്റ് വരണത്. റിക്കവറിങ് റേറ്റ് കൂടാൻ കാരണം എന്താണ്? വൈദ്യശാസ്ത്രം വളർന്നത് കൊണ്ടാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിൽ തന്നെയും എല്ലാ കാര്യങ്ങളും ഇല്ല. അവരെല്ലാം ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചെയ്തു വരുമ്പോഴും ഡോക്ടർമാർ പറയും ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും. ദൈവത്തിൻ്റെ കയ്യിലാണെന്ന്. അപ്പോൾ എന്താ ചെയ്യണത്? ഈ കുഞ്ഞിനെ ഈ ശുശ്രൂഷകളെല്ലാം ഈ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്യുമ്പോൾ ഇവർ നിരന്തരം ഉടമ്പടി തൈലം കുഞ്ഞിനെ കാശുരൂപം കുഞ്ഞിനെ ശിരസ്സിന് താഴെ വെച്ചുകൊണ്ട് ഉടമ്പടി കാശിന് വെച്ചുകൊണ്ട് ഈ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുക. കീമോ കൊടുത്ത കുഞ്ഞിനെ ഉടമ്പടി തൈലം തേച്ചുകൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ ഈശോ പറയും. പെട്ടെന്ന് ഡോക്ടറെ ചേഞ്ച് ചെയ്യാൻ പറയും, ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാൻ പറയും. അത് ഉടമ്പടി ഇവർ ഡയറക്റ്റായിട്ട് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചേഞ്ചിങ് എല്ലാം വരുന്നത്. പെട്ടെന്ന് ഇവർ ഡയറക്റ്റായിട്ട് ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഇവർ അവിടുത്തെ നേർച്ച വസ്തുക്കൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കാരണം എടുക്കാതിരിക്കാനും പറ്റത്തില്ല. അത് എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ തന്നെ പറയും നിങ്ങൾക്ക് വേണ്ട സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കാമെന്ന് പറയും. സെക്കൻഡ് ഒപ്പീനിയൻ എവിടെയാണ് ഉള്ളത്? ബാംഗ്ലൂരാണ് ഉള്ളത്. ബാംഗ്ലൂരേക്ക് സെക്കൻഡ് ഒപ്പീനിയൻ തിരക്കിയപ്പോൾ ആ ഡോക്ടറിന് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി വരെ എത്രയോ മാസങ്ങൾക്ക് ബുക്കിംഗ് കിടക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കിട്ടി ആ ഡോക്ടറിനെ. ബാംഗ്ലൂരിലത്തൊക്കെ പെട്ടെന്ന് ഡോക്ടറെ ഇവർക്ക് പെട്ടെന്ന് കിട്ടി. ഡോക്ടർ പറഞ്ഞ് എളുപ്പം തന്നെ പാക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. അതാണ് സംഭവം. എന്ന് വെച്ചാൽ അവിടുത്തെ ടൈം ഷോർട്ടനിങ് ഭയങ്കരമാണ്. എങ്ങനെ ഈ ഹോസ്പിറ്റലാണ് കടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ 3 കൊല്ലം എടുക്കും. ഇവർ പെട്ടെന്ന് ടൈം ഷോർട്ടനിങ് സംഭവിക്കണത് എങ്ങനെയാണ്? നമ്മുടെ ടൈം ഷോർട്ടനിങ് നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം സമയച്ചൊക്കെ സംഭവിക്കും. പുതിയ ഡോക്ടറെ തന്ന് പുതിയ ഹോസ്പിറ്റലിൽ തന്ന് അവിടെ പെട്ടെന്ന് കുഞ്ഞിൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് എല്ലാം മാച്ചായി പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ബോൺമാരോ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് 3-ാം ദിവസം പറഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞ് വീട്ടിൽ പോയിക്കൊള്ളാൻ. പെട്ടെന്നായ സംഭവം. 3 മാസത്തെ റെസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ 3 കൊല്ലം പറഞ്ഞതാണ് 3 മാസമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ടൈം ഷോർട്ടനിങ് എന്ന് പറയണത്. 3 കൊല്ലം. അപ്പോൾ ഇത് ഞാൻ പാതിരാപ്പള്ളി ദിവസങ്ങളിൽ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ പാതിരാപ്പള്ളി ഈ ദിവസങ്ങളിൽ നടന്ന ധ്യാനത്തെ സമയത്ത് ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ കർത്താവ് അതിൻ്റെ കൂടെ കയറി പറഞ്ഞു ഇത് പ്രൊവിഷനുള്ളതാണ്, പുതിയ കാര്യമല്ല. ഇത് വാഗ്ദാനങ്ങളുടെ പ്രൊവിഷനുള്ളതാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഓർത്തുകൊണ്ട് സമയം ചുരുക്കിത്തരുമെന്ന്. റീഡ് ഇറ്റ്. 13:20 മർക്കോസ് 13:20. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല. ഉറക്കെ പറ്റിയത് പാടാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ആരാധന, അതിശയമാ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അതിശയമാ ഹല്ലേലൂയ
ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ കൈകളടിച്ചുകൊണ്ട് പാടാം. ഈശോയെ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന നിന്നെ പോലൊരു ദൈവമില്ല, ഹല്ലേലൂയ ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ Praise the Lord. ആരാധന Praise the Lord. ഇരിക്കുക. യേശുവിൻ നാമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ടൈം ഷോർട്ടണിങ് എന്നുള്ള എങ്ങനെയാണ് അത് സുവിശേഷ വിഹിതമാകുന്നതെന്നാണ്. ആർക്കാണ് ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത്? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആർക്കാണ് ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നത്, സമയച്ചൊരുക്കാൻ സംഭവിക്കുന്നത്? മർക്കോസ് 13:20. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അവസാനത്തെ വചനം എന്താണ്? എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ആ ദിവസം ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ സമയച്ചുരുക്കം സംഭവിക്കും. ഉറപ്പല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ സഹന സമയമാണ് ചുരുങ്ങണത്. ഇപ്പോൾ 4 കൊല്ലം വേണമെന്ന് പറഞ്ഞതാണ്, 3 കൊല്ലം വേണമെന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് റിക്കവർ ചെയ്ത് വരാൻ. അത് വെറും 3 മാസം കൊണ്ട് റിക്കവർ ചെയ്യുക, 10-1 സമയം ചുരുക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴേ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാവനയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ. ഈശോ തന്നെ പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. 15-16 വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 15-16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, പിന്നെന്താ ചെയ്യണത്? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണെന്ന് ചെയ്തിരിക്കണമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ എത്തിയത് അല്ലേ? അപ്പോഴേ ദൈവം നിങ്ങളെ ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അത് പിന്നെ ഏറെയും കുറഞ്ഞിരിക്കുമല്ലേ ആൾക്കാർക്ക്. അത് കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അത് ആൾക്കാർ അവരോട് നൽകപ്പെട്ടിരിക്കുന്ന കാലത്തോട് വിശ്വാസവിഹിതമായിട്ട് പ്രതികരിക്കുന്നതനുസരിച്ചുള്ള മെറിറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. ചിലർക്ക് വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്താ വിഷയമെന്ന് പറഞ്ഞത്? ഒരു കാര്യം വ്യക്തമാണ്, ആർക്കും ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്? അതാണ് യോഹന്നാൻ 15-16.
നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണം, എന്നെ ദൈവം തിരഞ്ഞെടുത്താണ് വിശ്വാസം വഴി. മനസ്സിലായില്ലേ? വിശ്വാസം വഴി ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ചിലപ്പോൾ വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച ആളല്ലായിരിക്കും ചിലപ്പോൾ നീ, പക്ഷേ ഇപ്പം നീ ഇവിടെയുണ്ട്. അപ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് കൈയടിച്ച് കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിലേക്ക് വിളിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോഴും ഏതാണ്ട് ദൈവത്തിൻ്റെ ഈ മനസ്സിലിരിപ്പ് പിന്നെയും പുറത്തു വരുന്നുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇപ്പം നമ്മുടെ വാക്ക് നമ്മൾ മിണ്ടാതിരുന്നാൽ ആൾക്കാരെന്താ പറയുക, നീ എന്താ മിണ്ടാത്തത്, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെ എന്ന് പറയത്തില്ലേ? അല്ലേ? മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയാം, നീ എന്താ മിണ്ടാത്തത് ഈ വിഷയത്തിൽ, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വാക്കിലൂടെയാണ് മനസ്സിലിരിപ്പ് പുറത്തു വരണത്. അല്ലേ? അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഉറപ്പല്ലേ? അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. മർക്കോസ് ഈ യോഹന്നാൻ്റെ 15:16 അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചുവെന്ന് മർക്കോസ് 13, അതായത് 3:13 പറയാം. വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഇത് രണ്ട് ലിങ്കാണ് ഈ വചനങ്ങൾ. ദൈവം ഈ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഇപ്പം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണ്? അവൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാകും നിങ്ങളിൽ, അതാണ് വിഷയം. നിങ്ങളിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട. ചിലർ ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയത്തില്ലേ? നിങ്ങളുടെ ആത്മാവിന് എന്തോ ഒരു ബ്യൂട്ടി സ്പോട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യക്തമാണ് വചനം 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വ്യക്തമാണ് വചനം. മർക്കോസ് 13:13 എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോൾ അടുക്കിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത. എന്താ? ദൈവത്തെ ഇഷ്ടപ്പെട്ടു, ദൈവം തിരിഞ്ഞു എടുത്തു, ദൈവം നമ്മളെ വിളിച്ചു. ഇനി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്താണ്? 2 പത്രോസ് 1:10. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, പറഞ്ഞേ, ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഉറപ്പിക്കേണ്ടി വരും. വിളിക്കുമല്ലോ കുഴപ്പം. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നേക്കാട്ട് ഉറച്ചെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളി ആടിക്കൊണ്ടിരിക്കും.
കാരണം നമ്മുടെ വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെന്ന് വരും. അതാണ് വിഷയം. അതായത് വിഷയങ്ങൾ വിചാരിക്കുമ്പോൾ നടക്കാതെ വരുമ്പോൾ വിളി ആട്ടത്തിലാവും. പിന്നെ എന്ത് ചെയ്യും? വിശ്വാസം കൊണ്ട് നമ്മളതിനെ ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും നടക്കാതെ വരും. ചില കാര്യം നടക്കാത്ത കാര്യങ്ങളോ ദൈവം ഇക്കാലങ്ങളിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളോ ആണ് നമ്മൾ ചോദിച്ചതെങ്കിൽ അതിന് ചില സമയത്ത് കിട്ടാതെ വരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ കൃപാസനത്തിൻ്റെ സ്ഥലത്തിന് വേണ്ടി ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തോട് 1993 ചോദിച്ചു. ഞാൻ കണ്ട സ്ഥലം 1 കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് തന്നില്ലല്ലോ. 97 ഈ സ്ഥലം ദൈവം തന്നത്. ചോദിച്ച സ്ഥലം തന്നില്ല, വേറെ ഒരു സ്ഥലം തന്നു. അതാണിപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം. ഇത് കൃപാസനം ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്ത് വരേണ്ടതായിരുന്നു. അത് അക്കാലം ഞാൻ ചോദിച്ചപ്പോൾ ദൈവം അതെനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ 1 കൊല്ലം പ്രാർത്ഥിച്ചതല്ലേ, ദൈവം എനിക്ക് തരേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനല്ലേ ഞാൻ സ്ഥലം ചോദിച്ചത്, എന്നിട്ട് എന്താണ് തരാഞ്ഞത് എന്ന് വേണേൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചോദിക്കാതെ എൻ്റെ വിളി ഉറപ്പിച്ചു. കർത്താവ് ഇപ്പം തന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തരും, തന്നില്ലെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നു. ഇതാണ് നിലപാട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനകൾ സമർപ്പണം ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ സമർപ്പണം ചെയ്യാനുള്ള വചനബോധത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മർക്കോസ് 13:13 കണ്ടത്, അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വന്നാണ്. വിളിച്ചതെന്തിനാണ്? വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, മർക്കോസ് 3:13 14 മുതലുള്ള തിരുവചനങ്ങൾ. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അതായത് എപ്പോഴും ഈശോ അടുത്തേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനാണ് വിളിക്കണമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് വിഷയം വന്നത്. കർത്താവ് അടുത്തേക്ക് നമ്മളെ വിശ്വാസം കൊണ്ട് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മളെ അടുത്തുനിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അടുത്തേക്ക് വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? അതായത് അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ്. എങ്ങോട്ട് പറഞ്ഞു വിടണം? വിശ്വാസ കൈമാറ്റത്തിന് മറ്റുള്ളവരടുത്തേക്ക് പറഞ്ഞു വിടണം. ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റം ശക്തമായ രീതിയിൽ നടക്കുകയല്ലേ, അല്ലേ? ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തില്ലേ? 3 കൊല്ലത്തെ സമയം കുഞ്ഞിന് 4 വയസ്സുള്ള കുഞ്ഞിന് എന്തുകൊണ്ടാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കണത്? ആ കുഞ്ഞ് ഒരു കീമോ കഴിഞ്ഞപ്പോൾ ഒരു ഓക്കെ കഴിഞ്ഞപ്പോൾ ആ 4 വയസ്സുകാരത്തി പത്രവും കൊണ്ട് നടന്ന് അവളുടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു. 4 വയസ്സേ ഉള്ളൂ ആളിനെ. ആ കൃപാസനം പത്രത്തെ അവളുടെ താമസിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് വന്ന് താമസിക്കുന്ന ഫ്ലാറ്റിലെ ഓരോ മുറിയിലും കൊണ്ടുപോയി എല്ലാവരും കൊടുക്കും. എന്താണ്? ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് ആ കുഞ്ഞ് കാണിച്ച സ്നേഹത്തിനാണ് അവർക്ക് ടൈം ഷോട്ടിങ് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും വിചാരിക്കണം 4 വയസ്സുള്ള കുഞ്ഞു പോലും കർത്താവിനെ ഇങ്ങനെ പ്രഘോഷിക്കുകയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ദൈവം നമ്മളെ വിളിക്കണത് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാനല്ല വിളിക്കണത്.
പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാവണം. മേരി മാഗ്ഡലിനെ പോലെ ഈശോ വിളിച്ചത്, നീ എൻ്റെ അടുത്തിങ്ങനെ നിൽക്കല്ലേ, അതിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറയും. നീ പോയി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറയും. അത് അടുത്ത് ആളെ പറഞ്ഞു പിടിക്കണം ഉടനെ. ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു സംഭവമാണിത്. 16:20 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യോഹന്നാൻ 20:16. യോഹന്നാൻ 20:16 യേശു അവളെ വിളിച്ചു. പറഞ്ഞു, യേശു അവളെ വിളിച്ചു. യേശു അവളെ വിളിച്ചു. മറിയം. മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഗുരു എന്നർത്ഥം. ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മേരി മാഗ്ഡലിനോട് പോലും ഈശോ എന്താ പറയണത്? നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കാതെ വേഗം സ്ഥലം വിട്ട് പോകണം. എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കണത്? എന്തിനാണ്? സുവിശേഷം ആകാനും സുവിശേഷം ഏക്കാനും വേണ്ടിയാണ്. യേശുവിനെ രക്ഷാകര സംഭവം മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൈമാറാൻ വേണ്ടിയാണ്. അത് നിങ്ങളെ മിഷനിലേക്ക്, ഇപ്പോൾ നിങ്ങളിങ്ങനെ കരഞ്ഞും കൂപ്പി എപ്പോഴും എൻ്റെ കടമേ, എൻ്റെ രോഗമേ, എൻ്റെ ജീവിതമേ, ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിൽ എന്തുമാത്രം ഡിസീസുണ്ട്. ഞാൻ ഐ എം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരുസേന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തിട്ടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതലേ ഉള്ള സംഭവം ശുശ്രൂഷയുടെ ഭാഗമാണ്. അതായത് ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറയും. ബൈബിളിൽ അറിയാവുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതായത് നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ മുറിയണം. കർത്താവ് അവൻ്റെ മുറിവിലാണല്ലോ നമുക്ക് സൗഖ്യമെന്ന് പറയത്തില്ലേ. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഈ നമ്മളുടെ വേദനയോ നമ്മുടെ രോഗമെന്നും കരഞ്ഞു കൂവി നമ്മുടെ കടം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളുടെ വിഷമതകളെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ 20:11 വായിച്ച് 20:11 അവർക്ക് യോഹന്നാന്റെ സുവിശേഷം 20:11. ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 20:11. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഇതാണ് സംഭവം. ഇപ്പം മറിയത്തിൻ്റെ ആദ്യത്തെ പൊസിഷൻ എന്താണ്? കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണം. എന്ത് വിഷയമായാലും കരഞ്ഞിലുണ്ടാണത്. ഇപ്പം നിൻ്റെ രോഗമാകാം, കടമാകാം, അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമാകാം, അല്ലെങ്കിൽ മക്കളുടെ തന്നെ ദുർനടപ്പ്, വേറെ പ്രണയത്തിൽ പോയി കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാകാം. ഇതും പറഞ്ഞുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തന്നെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുകയാണ്. എത്ര വർഷമായി നിൽക്കണത്? ഈ മേരി മാഗ്ഡലിൻ അങ്ങനെ നിന്ന പക്ഷിയാണത്. അതാണ് 20:11 പറയണത്. അവൾ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കല്ലറവാതിക്ക് നിന്നു. കല്ലറവാതിക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കക്ഷിയോടാണ് ഈശോ ഇപ്പോൾ 20:16 പറയണത്. എന്താ പറയണത്? ഇപ്പം 20:11 ഇവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ 20:11 കരഞ്ഞുകൊണ്ട് നിന്ന ഇവളോടാണ് ഈശോ പറയണത് 20:16 എന്താണ്? കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കല്ലേ, നീ വേഗം പോയി എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ കടമാണ്, ജപ്തിയാണെന്ന് പറഞ്ഞ് കരഞ്ഞു കൂപ്പി കർത്താവിൻ്റെ മുമ്പ് നിൽക്കരുത്. പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അത് എൻ്റെ ജപ്തിയാണെങ്കിൽ കർത്താവ് ജപ്തി ചെയ്യാതെ വേറെ ആർക്കും എന്നെ ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബോധം ഉണ്ടാകണം. കർത്താവ് ജപ്തി ചെയ്യാത്തോളം കാലം എന്നെ ആർക്കും ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബോധത്തിൽ എൻ്റെ ആ വിഷയത്തിൽ കർത്താവ് തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ
കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പോകണം. അതാണ് 16:20 പറയണത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞില്ലേ, ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആരാണ്? പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യമുള്ളവരാണ് ദൈവത്തോട് ഇഷ്ടപ്പെട്ട ആൾക്കാർ. കർത്താവിൻ്റെ പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യം പ്രാപിക്കുന്നവരും അത് ലോകത്തിന് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ. അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവർക്കാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ചൊല്ലി. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെക്കാവുന്നതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഉദരരോഗികൾ ഉദര സ്ഥലത്ത് കൈവെക്കുക. PCOD പിസ്റ്റില ഉള്ളവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. മക്കളില്ലാത്തവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കുക. ശ്വാസകോശ രോഗികൾ ശ്വാസകോശ കൈവെക്കുക. ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക. കരൾ രോഗികളും അതുപോലെ തന്നെ നെഞ്ചും കൂടിൻ്റെ താഴെ കൈവെക്കുക. അൾസർ രോഗികൾ ഊടിൽ കൈവെക്കുക, പൊക്കിൽ കൈവെക്കുക. മറ്റൊരു പലവിധ രോഗങ്ങളുള്ളവർ സ്വന്തം ശിരസ്സിൽ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൈവെക്കുക. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ആദ്യം ശക്തമായ രീതിയിൽ ഇടിമുഴക്കം പോലെ വിശ്വാസ പ്രമാണം ചെല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേട് നൽകിയവനെ, ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, മഹോരോഗസ്പ്പെടുത്തവനെ, തവാരോഗസ്പ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ തീരാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ മാരക രോഗങ്ങളുടെ തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയെടുത്ത എല്ലാ രോഗികളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പ്രത്യേകമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പ്രൈസ് ദി ലോർഡ്. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവര്,
നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ മേൽ ഒരു നടപടിയും ഇല്ലാതെ ഇരിക്കുന്നവരെ, സാമ്പത്തികമായ ബാധ്യതകളാലും സ്ഥലം വിറ്റുമാറാത്തവരെ, സ്ഥലം വാങ്ങാനുള്ളവരെ, യാത്രയിലാകാൻ പോകുന്നവരെ, ഇൻ്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവരെ, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ എല്ലാവരും തന്നെത്താൻ ശിരസ് കൈവച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ദോഷങ്ങളെ 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യുഗത്തെയാണ്. കൃപാസനാൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ജീവിത ദുരിതങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം വയ്ക്കുവാൻ, ഈശോയെ സാക്ഷ്യം പറയുവാൻ ചെയ്യണമേ. ആരാധന. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ വീണ്ടും അനുസ്മരിക്കുക. ഉടമ്പടി പുതുക്കാൻ പോകുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഈ ആശീർവാദത്തിൽ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുകയും സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ നൽകുകയും ചെയ്യാം. അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ വിട്ടുപോയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതും, ഏതെങ്കിലും നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി എടുത്തതിന് ശേഷം വല്ല പുതിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതിനുശേഷം ആശീർവാദം. മൗനമായിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കിയ വിഷയങ്ങൾ, ഉടമ്പടിയിൽ ഇതുവരെ നടക്കാത്ത വിഷയങ്ങളെല്ലാം നമുക്കൊരു നിമിഷം ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം മൗനമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ജീവിത ദുരിതങ്ങൾ, നിങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആശീർവാദത്തിന് മുമ്പ് നമുക്ക് ഇറക്കി വയ്ക്കാം. മൗനമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആശീർവാദം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും